ഏത് പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സോറിയാസിസ്. ചർമ്മത്തിൻ്റെ പുറംപാളിയായ എപ്പിഡെർമിസിൻ്റെ വളർച്ച ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം വർദ്ധിക്കുന്നതാണ് സോറിയാസിസ്. തൊലി അസാധാരണമായ രീതിയിൽ കട്ടിവയ്ക്കുന്ന ഒരവസ്ഥ കൂടിയാണ് സോറിയാസിസ്. വെറും 4 ദിവസം കൊണ്ട് തന്നെ പുതിയ കോശങ്ങൾ ചർമ്മപ്രതലത്തിലെത്തി കുന്നുകൂടുന്നു. ഇത് വേഗത്തിൽ ഇളകുന്ന ശൽക്കങ്ങളായിട്ടും കാണപ്പെടുന്നു. ത്വക്കിൽ പാടുകൾ ഉണ്ടാകുകയും അതിൽ ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാകുകയും ശൽക്കങ്ങളുണ്ടായി ഇളകിപ്പോവുകയൊക്കെ ചെയ്യുന്നത് സോറിയാസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. നഖങ്ങളിൽ നിറവ്യത്യാസം, ചെറിയ കുത്തുകൾ, കേട് എന്നിവയൊക്കെ ചിലരിൽ കാണാം. പക്ഷേ അവരൊന്നും ചിലർ അത് വലിയ ഗൗരവത്തോടെ എടുക്കാറില്ല. വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയോ അനീമിക്ക് ആയതിൻ്റെയോ എന്നൊക്കെ കരുതിയിട്ട് അത് എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ്സ് കഴിച്ച് അതങ്ങ് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിച്ചോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഒക്കെ ഇട്ട് അതങ്ങ് ഓക്കെ ആക്കും. പിന്നെ വീണ്ടും വരുമ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഇതുപോലുള്ള എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങിയ കഴിവതും അല്ല, മെയിനായിട്ട് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതെന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ വൈകിപ്പോയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ പിന്നീട് അത് നമുക്ക് ലൈഫ് ലോങ് അത് കൊണ്ടുപോകേണ്ടി വരും ആ അസുഖങ്ങളെ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നഖങ്ങളിൽ നിറവ്യത്യാസം, ചെറിയ കുത്തുകൾ, കേടിവ എന്നിവ ചിലരിൽ കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. തൊലി വല്ലാതെ വരണ്ടു പോവുകയും ഇതിനിടയിൽ വിള്ളൽ വന്ന് രക്തം വരികയും ചെയ്യുന്നത്, തൊലിപ്പുറത്ത് പൊള്ളുന്നത് പോലുള്ള അനുഭവം, ചൊറിച്ചിലുണ്ടാവുക, വേദന അനുഭവപ്പെടുക, ഇതൊക്കെ സോറിയാസിസിൻ്റെ ലക്ഷണമാണ്. സന്ധികളിൽ വീക്കമോ വേദനയോ അനുഭവപ്പെടുന്നതും നഖങ്ങളിലെ വിള്ളലോ പൊട്ടലോ തുടർച്ചയായിട്ടിങ്ങനെ ഉണ്ടാകുന്നതും ചിലപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണമാകാം. സോറിയാസിസ് രോഗത്തിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇന്നും വ്യക്തമല്ലെങ്കിലും പ്രതിരോധ സംവിധാനത്തിൻ്റെ തകരാറ്, ജനിതക ഘടകങ്ങൾ എന്നുമാണ് പൊതുവെ കരുതുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഏത് പ്രായക്കാരെയും ഏത് തരം ചർമ്മമുള്ളവരെയും ഇത് ബാധിക്കാം. സോറിയാസിസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല. എന്നിരുന്നാൽ പോലും സോറിയാസിസ് വീണ്ടും ആവർത്തിക്കുന്ന രോഗമായതിനാൽ തുടർ ചികിത്സയും പരിചരണവും അത്യാവശ്യമാണ്.